മാർത്തോമ്മ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായെ ഈ അഭിമുഖ സംഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യും. പരിശുദ്ധ പിതാവേ, 1960 വാർഷികം മലങ്കര സഭ ആഘോഷിച്ചു. മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചു. പഴയ സെമിനാരിയുടെ 200ാം വാർഷികവും ആഘോഷിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന നിലയിൽ ഇതിൽ അധ്യക്ഷത വഹിക്കുന്നതിനുള്ള അവസരം പരിശുദ്ധ പിതാവിന് ലഭിച്ചു. ഇപ്പോൾ അങ്ങക്ക് എന്തു തോന്നുന്നു? ഈ 3 ആഘോഷങ്ങളും പ്രൗഢഗംഭീരമായി നടത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി അതിനെ ദൈവം കൃപ ചെയ്തു. ദൈവസന്നിധിയിൽ നമ്ര ശിരസ്കനായി നിൽക്കുന്നു. ഈ 3 ആഘോഷങ്ങളും മലങ്കര സഭയുടെ അഭിമാനത്തെ ഏറ്റവുമധികം സമൂഹത്തിൻ്റെ മധ്യേയും ലോകത്തിൻ്റെ മുമ്പാകെയും ഉയർത്തപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. 1960 വർഷത്തെ പഴക്കം മലങ്കര സഭയ്ക്കുണ്ട് എന്നുള്ളത് ദേശീയതയെ എടുത്തു കാണിക്കുന്നു. കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനം 100 വർഷം തികഞ്ഞു എന്നുള്ളത് ഈ സഭ സ്വതന്ത്ര സഭയാണെന്നുള്ളത് വ്യക്തമാകുന്നു. 200 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും വൈദിക വിദ്യാഭ്യാസവും മലങ്കര സഭയുടെ തലവനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് 1-ാമൻ തിരുമേനി ആരംഭിച്ചതിലുള്ള അഭിമാനം വർണ്ണനാതീതമാണ്. ഇതെല്ലാം ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ സ്മരണ അയവിറക്കി ഈ സഭയ്ക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുവാൻ തക്കവണ്ണം ലഭിച്ച ഈ അവസരത്തെ ഒരു ദൈവനിയോഗമായി ഞാൻ കാണുകയാണ്. ഇപ്പോൾ സഭ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? സഭയുടെ പ്രധാന വെല്ലുവിളികളെന്ന് ഇപ്പോൾ വിവക്ഷിക്കാവുന്നത് മലങ്കര സഭയുടെ അടിസ്ഥാനപരമായ നിലനിൽപ്പിന് കോട്ടം തട്ടുന്ന വിധത്തിൽ ചില തർക്കങ്ങളും വ്യവഹാരങ്ങളുമുണ്ട്. സമാധാനം ആണ് മലങ്കര സഭ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ സമാധാന മാർഗത്തെ എല്ലാ വിധത്തിലും തകർത്ത് അക്രമമാർഗങ്ങളിലൂടെ ഈ സഭയുടെ അസ്തിത്വവും ഇതിൻ്റെ ഉടമസ്ഥതയും ശിഥിലീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രവർത്തന ശൈലി സഭയിൽ തന്നെ സഹോദരങ്ങളെന്ന് വിളിക്കപ്പെടാവുന്ന ഒരു വിഭാഗം പ്രവർത്തിച്ചു വരുന്നു. അതിൽ വളരെ ദുഃഖമുണ്ട്, വളരെ വേദനയുണ്ട്. അതൊരു ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്ക് അത് ഏറെ പ്രതികൂലമാണ്. അങ്ങനെയുള്ള ഒരു വെല്ലുവിളിയാണ് പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്. മറ്റൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത് പരമ്പരാഗതമായ സഭകളിലെ അനേകരെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭൂതി ഉണ്ടാകത്തക്കവണ്ണമുള്ള ന്യൂ ജനറേഷൻ സഭകളിലേക്കുള്ള ഒഴുക്കുണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ താൽക്കാലികമായ വൈകാരികമായ സംതൃപ്തിയാണ് അവർ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എപ്പോഴും ലോകപ്രകാരം അനുഗ്രഹങ്ങളും സന്തോഷവും ഉണ്ടാകണമെന്നുള്ള ഒരു തത്വത്തിന്മേലാണ് അതിൻ്റെ പ്രധാന പ്രവർത്തന ശൈലി. മറ്റൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യ മുഖാന്തരമായി യുവതലമുറ സുഖലോലുപതയും ആഡംബരവും അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ യുഗത്തിലുള്ള വിവര സാങ്കേതിക വിദ്യകൾ മുഖാന്തരമായി ഒരു ദൈവീകതയിൽ വളരെയധികം ശോഷണം ഉണ്ടാകുന്നു എന്നുള്ളത് സഭയ്ക്കൊരു വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ സഹോദരന്മാർ എന്ന് തിരുമേനി പലപ്പോഴും വിവക്ഷിക്കുന്ന പാത്രിയർക്കീസ് പക്ഷത്തെ സഹോദരന്മാർ സഹകരിക്കുന്നതിന് പകരം സംഘർഷം സൃഷ്ടിക്കുകയും സംഘർഷത്തിലൂടെ അനധികൃത അവകാശ സ്ഥാപനത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നവരോട് തിരുമേനിക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ കാഴ്ചപ്പാടിൽ പാത്രിയർക്കീസ് പക്ഷം അഥവാ യാക്കോബായ പക്ഷം എന്ന് പറഞ്ഞ് സഭയിൽ സംഘർഷമുണ്ടാക്കുന്നതിലെ മഹാഭൂരിപക്ഷം ആളുകളും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം സാധാരണക്കാരൻ സമാധാനം ആഗ്രഹിച്ച് ദൈവത്തെ അന്വേഷിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ
കുറഞ്ഞ അളവിലുള്ള ആളുകൾ ഈ സമാധാനത്തെ തച്ചുടച്ച് സഭയിൽ സംഘർഷം വിതച്ച് സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റാൻ ബന്ധപ്പെടുകയാണ്. പക്ഷേ അങ്ങനെ ഒരു വേർതിരിവുണ്ടായതുകൊണ്ട് അവരെല്ലാവരും സംഘർഷം ഉണ്ടാക്കുന്നവരാണ് നമുക്ക് തോന്നുമെങ്കിലും ഉള്ളറയിലേക്ക് കടന്നു ചെന്നാൽ അങ്ങനെയല്ലെന്നാണ് എൻ്റെ വിചാരം. അത് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഇവരാരും അക്രമമോ അനീതിയോ അല്ലെങ്കിൽ നിയമലംഘനമോ പോലീസോ അറസ്റ്റോ വഴക്കോ ഇതൊന്നും ആഗ്രഹിക്കാത്തവരാണ് ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും. ആര് ഭരണം നടത്തുന്നു എന്നുള്ളതിലല്ല, ശാന്തമായി ആരാധിക്കണമെന്നാണ് അവരെ ആഗ്രഹം. പക്ഷേ അത് ആ സമാധാനം നിലനിന്നാൽ ചില തൽപര കക്ഷികൾക്ക്, അതും നേതൃത്വ നിരയിലുള്ള തൽപര കക്ഷികൾക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും തന്നിഷ്ടവും നടക്കാതെ പോകുന്നു. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്. അതിൽ അവർക്ക് യഥാർത്ഥമായൊരു മനംതിരിവുണ്ടാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് അഭികാമ്യം എന്ന് തോന്നുന്നു. സഭയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ടല്ലോ. മലങ്കര സഭയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ പ്രധാന കാരണം ഭരണകൂടം നീതി നിലനിർത്തണമെന്ന് കർക്കശമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നീതി നിലനിർത്താൻ എളുപ്പമാണ്. നീതി എന്താണെന്ന് അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. എന്നാൽ ഈ നീതി നിഷേധത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസികൾക്ക് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ സഭ എന്നേക്കുമായിട്ട് ചിതറി ഇല്ലാതായി പോകും. അതിനർത്ഥം കൊടിയുടെ നിറം നോക്കി അക്രമം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നോ എന്നല്ല. ഇപ്പോഴത്തെ പ്രധാന പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലെ 2 MLA-മാരെ, 1 MP, 2 മന്ത്രിമാരെ, അതുപോലെ തന്നെ രാഷ്ട്രീയമായി ആ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധതയുള്ള ഒരു ഏകദേശം ഒരു 8-10 നേതാക്കൾ നീതി നിഷേധിച്ച് അവിടെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ നിഷേധം ഉണ്ടാകുന്നത്. എന്നാൽ രാഷ്ട്രീയമായ ചില കവചങ്ങൾ അവരെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് കൊണ്ട് മലങ്കര സഭ നീതി നിഷേധിക്കപ്പെടുന്നു. പക്ഷെ ആ വിവരം നമ്മുടെ ജനങ്ങളെ നമ്മൾ അറിയിക്കുകയും ആ ജനങ്ങൾ ഈ കാര്യത്തിൽ ബോധവാന്മാരാകുകയും ചെയ്യുക മാത്രമാണ് ഭൗതികമായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. സഭയുടെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് സഭയ്ക്ക് ഒരു വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടോ തിരുമേനി? ഏതെങ്കിലും കക്ഷിയോട് വിധേയത്വമോ ഏതെങ്കിലും കക്ഷിയോട് ശത്രുതയോ ഉണ്ടോ? കക്ഷി രാഷ്ട്രീയ നിലപാട് സഭയ്ക്കില്ല. ഭാരതത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഏത് നേതാവ് വരുന്നതിലും ഞാൻ എതിർക്കുന്നില്ല. എന്നാൽ ഭാരതം ന്യൂനപക്ഷങ്ങൾ ധാരാളമുള്ള ഒരു മഹാരാജ്യമാണ്. വിവിധ മതവിശ്വാസങ്ങളുള്ളവരും ധാരാളമാണ്. അതുകൊണ്ട് ന്യൂനപക്ഷത്തിന് അവരുടെ ജീവനും അവരുടെ സ്വത്തിനും സംരക്ഷണം ലഭിക്കുകയും അവർ വിശ്വസിക്കുന്ന മതങ്ങളിലെ ആ വിശ്വാസം നിലനിർത്താൻ അനുവദിക്കുകയും ചെയ്യുന്ന ഏത് നേതാവും ഭാരതത്തിൻ്റെ നേതൃത്വ നിരയിൽ വരുന്നതിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് യാതൊരു തടസ്സവുമില്ല. അത് മോദി എന്നല്ല, മറ്റൊരാളെന്നുള്ളതല്ല. ഈ പറയുന്ന വ്യവസ്ഥകൾ ആര് പാലിച്ചാലും വളരെ നല്ലതാണ്, അത് ആവശ്യവുമാണെന്ന് എൻ്റെ മനസ്സ് വിളിച്ചു പറയുന്നു. സഭയുടെ സാമൂഹ്യ സേവന നയം ആധുനിക കാലത്ത് എങ്ങനെയാണ് അത് രൂപപ്പെടുത്തുന്നത് തിരുമേനി? ആതുര സേവന പദ്ധതികൾ 3 തട്ടിലാണ് നടത്തപ്പെടുന്നത്. പാവപ്പെട്ടവരെ കണ്ടെത്തി ഭവനം നിർമ്മിച്ചു കൊടുക്കുകയും പെൺകുട്ടികൾക്ക് സഹായധനം നൽകി അവരെ വിവാഹം കഴിച്ച് അയപ്പിക്കുകയും അതുപോലെ തന്നെ പഠനത്തിന് സാമ്പത്തിക സഹായം ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന ഇടവക തലത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഭദ്രാസന തലത്തിൽ മെത്രാപ്പോലിത്തന്മാർ നേതൃത്വം കൊടുത്ത് വിവിധ പദ്ധതികൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഉദാഹരണമായിട്ട് മിഷൻ ബോർഡ് കേരളത്തിനകത്ത് മിഷൻ ബോർഡുണ്ട്. അഭിവന്യ യൂഹാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയാണ് അതിൻ്റെ പ്രസിഡന്റ്. ഔട്ട്സൈഡ് കേരളത്തിലെ ഒരു മിഷൻ ബോർഡുണ്ട്.
അത് കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ജോസഫ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തയാണ് അതിൻ്റെ പ്രസിഡന്റ്. അവരെ ഭദ്രാസന തലങ്ങളിൽ തന്നെ ഈ വിധ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് നടത്തുന്നുണ്ട്. കണ്ടനാട് മാത്യൂസ് മാർ സേവേറിയസ് തിരുമേനി 10-12 സ്ഥാപനങ്ങൾ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, വികലാംഗരായിട്ടുള്ള കുട്ടികൾക്ക്, അനാഥരായിട്ടുള്ള കുട്ടികൾക്ക്, അതുപോലെ തന്നെ ആരോരും അന്വേഷിക്കാനില്ലാത്ത പ്രായമായവരെ, ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന 10-12 സ്ഥാപനങ്ങൾ അദ്ദേഹം ഏകനായി നടത്തുന്നുണ്ട്. അതുപോലെ എല്ലാ മെത്രാപ്പൊലീത്തന്മാരും അവരവരുടെ ഭദ്രാസനങ്ങളിലെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ മുഖേന, അതുപോലെ തന്നെ ഏകദേശം 5000 പേർക്ക് ഉച്ചയാഹാരം കൊടുക്കുന്ന ഒരു ഭദ്രാസനമാണ് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനം. അത് അവിടെ മാത്രമല്ല, കോട്ടയത്ത് കാരുണ്യ നിലയം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ ഏകദേശം 10,000 പേർക്ക് ഉച്ചഭക്ഷണവും ഓരോ ദിവസവും മരുന്ന് വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനവും സ്ഥിരമായി വർഷങ്ങളായി ആർപ്പുക്കര മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും സമീപം ഒരു ഗൈഡൻസ് സെൻറ്റർ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ചികിത്സയ്ക്ക് വരുന്നവരെ അവിടെ ഫ്രീ ആയിട്ട് താമസിപ്പിക്കുകയും ആ മെഡിക്കൽ കോളേജുകളിലെ അവർക്ക് ചികിത്സ ലഭിക്കാൻ തക്കവണ്ണമുള്ള എല്ലാ വിധത്തിലുള്ള മാർഗനിർദ്ദേശനവും അവർക്ക് കൊടുക്കുന്നു. അവരെ ഏത് ഡോക്ടറെ കാണണം, ഏത് സമയത്താണ് ആശുപത്രി പോകേണ്ടത്, അവർക്ക് അവിടെ ബൈസ്റ്റാൻഡേഴ്സിന് താമസിക്കാനുള്ള സൗകര്യം ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുണ്ട്, വെല്ലൂർ മെഡിക്കൽ കോളേജിലുണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട്. അങ്ങനെ ആതുര സേവനത്തിൻ്റെ പദ്ധതികൾ ഭദ്രാസന തലത്തിൽ നടത്തുന്നു. ഇതിനും പുറമെ കേന്ദ്ര തലത്തിൽ ആതുര സേവനം വളരെ ഗംഭീരമായി നടത്തുന്നുണ്ട്. ബഡ്ജറ്റിൽ ഒരു വലിയ തുക ഉൾക്കൊള്ളിച്ച് ഇതുപോലുള്ള സഹായധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ട് 100 ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനുള്ള അതിനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിച്ചവരെ അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നു. ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് സഹായം നൽകുന്നു. ഇതെല്ലാം ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠന സഹായവും അതുപോലെ തന്നെ ചികിത്സാ സഹായവും വിവാഹ സഹായവും ഇതൊക്കെ ജാതി മതഭേദമന്യേ ഓർത്തഡോക്സുകാർക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നുള്ളൂ എന്ന് ഒരിടത്ത് നമ്മൾ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെയുമല്ല ചെയ്യുന്നത്. പരിമലയിലെ ഒരു ക്യാൻസർ ആശുപത്രി തന്നെ സ്ഥാപിക്കാനുള്ള ബന്ധപ്പാടിലാണ്. അവിടെയൊക്കെ ഒരു വൻ തുക ഇങ്ങനെയുള്ള ചികിത്സാ വിഷയങ്ങൾക്ക് ചെലവഴിക്കുന്നുണ്ട്. അവിടെ ഒരു പാലിയേറ്റീവ് കെയർ സെൻ്ററുണ്ട്. അതുകൊണ്ട് ഒരു ക്രിസ്തീയ സഭയ്ക്ക് ആതുര സേവനം കൂടാതെ സഭയുടെ അസ്തിത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കാനാകുകയില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച് തിരുവനന്തപുരം സ്റ്റുഡൻറ് സെൻ്ററിൻ്റെ ഡയറക്ടറായിരുന്ന് മെത്രാപ്പൊലീത്ത ആയതിനു ശേഷം യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായും സേവനമനുഷ്ഠിക്കാൻ അവസരം കിട്ടിയ തിരുമേനി വിദ്യാർത്ഥികളിൽ നിന്നും യുവജനങ്ങളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? വിദ്യാർത്ഥികളെ കുറിച്ച് എനിക്ക് വളരെ ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. കാരണം വിദ്യാർത്ഥികളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അവർക്ക് ആരാധനാ സൗകര്യവും അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തക്ക സമയത്ത് കൊടുക്കത്തക്കവണ്ണമുള്ള പ്രവർത്തന ശൈലികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളാണ് നമ്മളുടെ ഭാവി വാഗ്ദാനങ്ങൾ. അവരെ നാം വേണ്ടതുപോലെ കരുതാതിരുന്നാൽ അവർ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോകും. ഏതായിരുന്നാലും പരമാവധി ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നു. അതിൽ എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. നിയമവേദികളിലും മാധ്യമ മണ്ഡലത്തിലും ചർച്ചയാണ് സ്വവർഗരതി. സ്വവർഗരതി നിയമവിധേയമാണ് എന്ന് ഒരു ഹൈക്കോടതി വിധിയുണ്ട്. അടുത്ത കാലത്ത് സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. സ്വവർഗരതിയെക്കുറിച്ചും കോഹാബിറ്റേഷൻ, വിവാഹ ഇതര കൂടി താമസത്തെക്കുറിച്ചുമൊക്കെ തിരുമേനിയുടെ അഭിപ്രായം എന്താണ്? സ്വവർഗരതി എന്ന് പറയുന്ന ആശയം പ്രകൃതി വിരുദ്ധമാണെന്നാണ് എൻ്റെ പക്ഷം. മൗലികമായ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നുവെന്ന് വാദിക്കാമായിരിക്കാം. അത് തിരിച്ചറിവിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. പ്രകൃതി വിരുദ്ധമായ കൂടിച്ചേരലുകൾക്ക് അതിൻ്റേതായ തിരിച്ചടി ഉണ്ടാകും. അത് ഒരിക്കലും ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ്റെ വിവേകത്തോടെയുള്ളൊരു തീരുമാനമായിരിക്കുകയില്ല.
കോടതി വിധിച്ചാലും മനുഷ്യർ മുഴുവനും കൂടെ വിധിച്ചാലും മനുഷ്യൻ്റെ തീരുമാനമാണ് ആത്യന്തികമായ നന്മ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ വംശീയ ഹത്യ നടത്തിയാൽ ലോകം മുഴുവനും ജർമ്മൻകാരാൽ ഭരിക്കപ്പെടുമെന്ന് പറയുന്ന ഹിറ്റ്ലറിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഈ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകാൻ തക്കവണ്ണം അത് ഇടയാകുമെന്നുള്ളതല്ലാതെ അതിനെ ഒരു ഇക്വേഷൻ, ഒരു അതിൻ്റെ ആ സമവാക്യം ചേർച്ചയുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. അടുത്ത കാലത്തായി റോമിൽ വെച്ച് പരിശുദ്ധ പോപ്പ് ഫ്രാൻസിസുമായി കൂടിക്കാഴ്ച നടത്തി കെയ്റോയിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് പാത്രിയർക്കീസ് ബാവായുടെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുത്തു. എത്യോപ്യയിൽ ആഡിസ് അബാബയിൽ നടന്ന എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ പാത്രിയർക്കീസ് ബാവായുടെ സ്ഥാനാരോഹണത്തിലും പങ്കെടുത്തു. അടുത്ത കാലത്ത് സമിന്നയിൽ അന്തർദേശീയ സംവാദം നടന്നു. റോമൻ കത്തോലിക്ക സഭയുടെ പ്രതിനിധികളും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികളും തമ്മിൽ. ആ പ്രതിനിധികളെല്ലാം തന്നെ ബാവായെ സന്ദർശിച്ചു. പഴയ സെമിനാരിയുടെ വാർഷിക സമ്മേളനത്തിലും സംബന്ധിച്ചു. ഈ സംഭവങ്ങൾ കൊണ്ട് നമ്മുടെ സഭയുടെ മറ്റ് സഭകളുമായുള്ള ബന്ധത്തിൽ കാര്യമായ വളർച്ച ഉണ്ടാകുന്നുണ്ടോ തിരുമേനി? സഭകൾ തമ്മിലുള്ള വളർച്ച മാത്രമല്ല, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ അടിവേരുകൾ എന്തെന്ന് ഒരു അഖില ലോക തലത്തിലുള്ള സഭകൾക്ക് നേരിട്ടറിയാൻ ഒരു അവസരവും കൂടിയായിരുന്നു അത് എന്നുള്ളത് മറന്നുകൂടാ. ഈ പുരാതന സഭ കേരളത്തിൽ ഇവിടെ നിലനിൽക്കുന്നു എന്ന് ദൈവത്തിൻ്റെ മഹാകരുണയാൽ മറ്റ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലുള്ള പീഡനങ്ങളൊന്നും അനുഭവിക്കാതെ സ്വതന്ത്ര വായു ലഭിച്ച് ഈ സഭ വളരുന്നുണ്ട്. പ്രത്യേകിച്ച് വത്തിക്കാനിൽ പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയുടെ ഒരു ജീവിത ശൈലി കാണുമ്പോൾ അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു റോൾ മോഡൽ എന്ന നിലയിൽ നമുക്ക് അനുകരിക്കാനുള്ള വലിയൊരു പ്രചോദനമാണ് അവിടെ ലഭിക്കുന്നത്. അദ്ദേഹം കാണിച്ച സ്നേഹം, അതുപോലെ തന്നെ സാഹോദര്യം, അദ്ദേഹത്തിൻ്റെ ഈ മലങ്കര സഭയോടുള്ള അതേ ഉൾക്കാഴ്ച, ഇത് കാണുമ്പോൾ തീർച്ചയായും നമ്മുടെ സഭയെക്കുറിച്ച് അദ്ദേഹത്തിന് നേരിട്ടറിയുവാൻ അതൊരു ഉപാധിയായിരുന്നു. അതുപോലെ തന്നെ കെയ്റോയിലെ കോപ്റ്റിക് സഭയുടെ പേട്രിയാർക്കിനെ വാഴിക്കുന്ന സമയത്തും അതിൻ്റെ ഈ സഭയുടെ തലവൻ എന്നുള്ള നിലയിലുള്ള ഒരു സ്ഥാനം മലങ്കര സഭയ്ക്ക് ലഭിച്ചു. എത്യോപ്യൻ സഭയുടെ പേട്രിയാർക്കിനെ വാഴിക്കുന്ന സമയത്തും ഇവിടെ നിന്നുള്ള ഡെലഗേഷൻ പോകുകയും അവിടെയും മലങ്കര സഭയ്ക്ക് വളരെ ഉന്നതമായൊരു സ്ഥാനം ലഭിക്കുകയുണ്ടായി. അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ അഖില ലോക എക്യൂമിനിക്കൽ തലത്തിൽ മലങ്കര സഭയുടെ മറ്റ് സഭകളുമായിട്ടുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ ഇത് വളരെ സഹായകരമായി എന്നാണ് എൻ്റെ വിചാരം. സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ അത് വിഭജിച്ച് പങ്കുവെച്ച് പിരിഞ്ഞാണോ, യോജിച്ച് ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചാണോ? ക്രൈസ്തവ സഭകൾ യോജിക്കുന്നതിലാണ് അതിൻ്റെ ശക്തി. സമാധാനപൂർവ്വം ജീവിക്കുവാനുള്ള അവസരമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതൊരു പക്ഷേ മനുഷ്യ ബുദ്ധിക്ക് അതീതമായി ഉണ്ടാകുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ലോകത്തിൽ പീഡനങ്ങൾ ഒരിക്കലും കാര്യമായി ഏറ്റിട്ടില്ലാത്ത, ഉണ്ടാകാത്ത ഏക സഭ മലങ്കര സഭയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. തമ്മിൽ കലഹിച്ച് ഒരു ക്രിസ്തീയ സഭയ്ക്കും വളരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം ഇടപെട്ടാൽ ഇവിടെ സമാധാനം ഉണ്ടാകും. ആ സമാധാനം യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് അനിവാര്യമാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പിണങ്ങി അക്രമവും അനീതിയും കാണിച്ച് സഭ വിഭജിച്ച് ദുർബലപ്പെടുന്നത് ക്രിസ്തീയ സഭയ്ക്കും യേശു ക്രിസ്തുവിനും അത് അത്ര ഹിതകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം ഇടപെട്ടാൽ ഇത് ഒന്നിച്ച് ഒരുപോലെ കൈകോർത്ത് പിടിച്ച് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം സിറിയ സഭയിലും അതുപോലെ തന്നെ കോപ്റ്റിക് സഭയിലും ഒക്കെ
ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദുരിതം എന്താണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഭാരതത്തിൽ വന്നാൽ ഞാൻ പറയും, സകല ക്രിസ്ത്യാനികളും ഒന്നിച്ച് ക്രിസ്തുവിൻ്റെ കീഴിൽ നന്മയോടെ വളരെ സമാധാനത്തോടെ ഒരുമിച്ച് നീങ്ങും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലാണ് ആവശ്യം. അതിനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ സംവാദത്തിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞ പരിശുദ്ധ കാതോലിക്ക ബാവായ്ക്ക് നന്ദി.